ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ആപ്പിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന എസ് എ പിയിലെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എസ് എ പി സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയാം. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ. എൻ്റെ ആപ്പിൽ ഇപ്പോൾ യുവർ ഇയർ 2025 ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. സോ അക്കൗണ്ടിങ് കോഴ്സസ് എടുക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്കിനി എസ് എ പിയിലെ ക്ലാസ്സുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എസ് എ പിയിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട്സ് അവിടെ വേണം അല്ലേ. നമുക്കറിയാം, നമ്മളിപ്പോൾ ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് വേണം, സാലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി അക്കൗണ്ട് വേണം. അതുപോലെ തന്നെയാണ് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് അക്കൗണ്ട്സ് പേയബിൾ ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ. ഓക്കെ, അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ട്സ് റിസീവബിൾ നമുക്ക് പല പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പർച്ചേസിനും, അക്കൗണ്ട്സ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെയിൽസിനുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇന്ന് എങ്ങനെയാണ് പർച്ചേസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു വെണ്ടറിൻ്റെ നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ട് വെച്ച്. സോ ഫസ്റ്റ് തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ടീ കോഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എങ്ങനെയാണ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഏതായിരുന്നു? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ടീ കോഡാണ് FS00. സോ FS00 എന്ന് പറയുന്ന ടീ കോഡ് ഇവിടെ ട്രാൻസാക്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പേജിലേക്ക് വരും. ഇവിടെ ഓൾറെഡി ഞാൻ അസറ്റിൻ്റെ അണ്ടറിലും എക്സ്പെൻസിൻ്റെ അണ്ടറിലൊക്കെ ഓൾറെഡി ഞാൻ ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് 2 ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് പർച്ചേസ് ക്രെഡിറ്റ് വെച്ച് ചെയ്യുമ്പോൾ വേണ്ടത്. പർച്ചേസ് അക്കൗണ്ടും വേണം, അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന ലെഡ്ജർ അക്കൗണ്ടും വേണം. ഇനി പർച്ചേസ് അക്കൗണ്ടിൻ്റെ അണ്ടറായിട്ട് വരുന്നത് എക്സ്പെൻസിൻ്റെ അണ്ടറിലാണ്. ഞാൻ ഓൾറെഡി ഇവിടെ പർച്ചേസ് അക്കൗണ്ട് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്നതാണ്. അത് ലയബിലിറ്റിയുടെ അണ്ടറിലാണ്. നമ്മളൊരു എമൗണ്ട് കൊടുക്കാനുള്ളത് കാരണം ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളത് കടമായിട്ടല്ലേ നോക്കാം. സോ കടങ്ങളെല്ലാം നമ്മൾ ഏതിൻ്റെ അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്യുക? അക്കൗണ്ട്സ് പേയബിളിൻ്റെ അണ്ടറിലാണ്. സോ ഈ അക്കൗണ്ട്സ് പേയബിളിൻ്റെ അണ്ടറിൽ നമ്മൾ ലയബിലിറ്റിയുടെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ GL അക്കൗണ്ട് 1003 വരെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. സോ ഞാൻ അവിടെ 1004 കൊടുത്തു. ദെൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അക്കൗണ്ട് ഗ്രൂപ്പ് ഏതാണ്, അതായത് അണ്ടർ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ അണ്ടർ കൊടുക്കുന്ന ടൈമിൽ ഇവിടെ അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലയബിലിറ്റി നമുക്കുണ്ടല്ലേ. സോ ഇവിടെ ലയബിലിറ്റി ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് ഓക്കെ. ദെൻ ലയബിലിറ്റി നമ്മുടെ അടുത്ത് ചോദിക്കും P&L ആണോ ബാലൻസ് ഷീറ്റിൻ്റെ അണ്ടറിലേക്കാണോ പോകേണ്ടത്. നമുക്കറിയാം അസറ്റും ലയബിലിറ്റി എല്ലാം ബാലൻസ് ഷീറ്റിൻ്റെ അണ്ടറിലേക്കാണല്ലേ. സോ ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഷോർട്ട് ടെക്സ്റ്റും ലോൺ ടെക്സ്റ്റുമായിട്ട് ഞാൻ അക്കൗണ്ട്സ് പേയബിൾ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ബോക്സിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി നെക്സ്റ്റ് വൺ കൺട്രോൾ ഡാറ്റ എന്ന് പറയുന്ന പേജിലേക്ക് ഞാൻ വന്നു. ഓക്കെ, കൺട്രോൾ ഡാറ്റയിൽ എൻ്റെ അടുത്ത് ചോദിക്കും ബാലൻസിൽ ലോക്കൽ കറൻസി കൊടുക്കണോ, റീകൺസിലേഷൻ അക്കൗണ്ട് കൊടുക്കണോ. ഞാൻ അത്രയും ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ സ്ക്രോൾ ചെയ്തിട്ട് താഴേക്ക് നമുക്ക് അക്കൗണ്ട്സ് പേയബിളിൽ ആവശ്യമായിട്ടുള്ളത് ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റും ലൈൻ ഐറ്റം ഡിസ്പ്ലേ. സോ ഞാനിവിടെ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റും ലൈൻ ഐറ്റം ഡിസ്പ്ലേ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തു. ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ, റിസീവബിൾ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് വെച്ചിട്ട് അല്ലാത്ത ട്രാൻസാക്ഷൻസ്, അതാണല്ലോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് ടിക്ക് ചെയ്ത് കൊടുക്കണം. ദെൻ ലൈൻ ഐറ്റം ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ട് എടുക്കുന്ന ടൈമിൽ അവിടെ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ വരുള്ളൂ. ദെൻ സോർട്ട് കീ ചോദിച്ചിട്ടുണ്ട്, സോർട്ട് കീ 001. അതായത് സോർട്ട് ചെയ്യേണ്ടത് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതിൽ ഞാൻ 001 കൊടുത്തു. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് ക്രിയേറ്റ് ഓർ ബാങ്ക് ഓർ ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? G001 ആണല്ലേ. സോ G001 എന്ന് പറയുന്ന ഫീൽഡ് സ്റ്റാറ്റസും കൊടുത്ത് കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തായി ലയബിലിറ്റീൻ്റെ അണ്ടറിൽ അക്കൗണ്ട്സ് പേയബിൾ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത് വന്നിട്ടുണ്ട്. ഓൾറെഡി ഞാൻ മുമ്പ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട്സ് പേയബിൾ 1002 എന്ന് പറയുന്ന നമ്പറിൽ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നത് 1004 എന്ന് പറയുന്ന അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ അല്ലേ. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള ലെഡ്ജർ ക്രിയേഷൻ ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ഫസ്റ്റത്തെ ട്രാൻസാക്ഷനാണ് ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യണം. ക്രെഡിറ്റിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം അതിന് എമൗണ്ട് ഞാൻ എന്നാണോ പേ ചെയ്യുന്നത് അത് അവിടെ ചെന്ന് ക്ലിയറിങ് ചെയ്ത് കൊടുക്കണം. സോ
ഫസ്റ്റ് ഞാനവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ T കോഡായിട്ട് വരുന്നത് നമ്മൾ നോർമലായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്ന /NF-02 തന്നെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഒരു വെൻഡേഴ്സിൻ്റെയോ കസ്റ്റമേഴ്സിൻ്റെയോ നെയിം ഇല്ലെങ്കിൽ നമുക്ക് വരുന്നത്. F-02 തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്കറിയാം ഓൾറെഡി ചെയ്തത് കൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോവാണ്. ഇവിടെ ഡോക്യുമെൻറ്റ് ഡേറ്റ് കൊടുക്കുക. ഇനി പോസ്റ്റിംഗ് 40 അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. 40 മീൻസ് അവിടെ ഡെബിറ്റ് ആണ്. സോ ഡെബിറ്റിൽ വന്നേക്കുന്ന അക്കൗണ്ട് ഏതാണോ അതവിടെ കൊടുക്കുക. ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ഫോർ ₹50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാഷ് വെച്ചിട്ടായിരുന്നെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞു വന്നതിന്. പക്ഷേ ഇവിടെ അത് ക്രെഡിറ്റ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കൗണ്ട്സ് പേയബിൾ. ഇനി ഒരു വെൻഡറിൻ്റെ നെയിം അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ABC എന്ന് പറയുന്ന വെൻഡർ ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ABC അക്കൗണ്ട് എന്നും പറഞ്ഞു വന്നതിന്. ഇവിടെ ഒരു വെൻഡറിൻ്റെ നെയിമൊന്നും നമുക്ക് തരാത്ത കാരണം ഞാനിവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും അക്കൗണ്ട്സ് പേയബിൾ ക്രെഡിറ്റ് സൈഡിലുമാണ് വന്നേക്കുന്നത്. സോ ഇവിടെ പോസ്റ്റിംഗ് 40 എന്ന് പറയുന്നത് ഡെബിറ്റ് ആയതുകൊണ്ട് ഇവിടെ സെർച്ച് ബോക്സിൽ നിന്ന് ഞാനിവിടെ പർച്ചേസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് ഞാൻ എൻ്റർ അടിച്ചു പോയി. എമൗണ്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ 50,000 ആണ് എമൗണ്ട്. ദെൻ ബിസിനസ് ഏരിയ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്. ദെൻ പോസ്റ്റിംഗ് നമ്മൾ ഓൾറെഡി ഡെബിറ്റ് 40 പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു. ഇനി ക്രെഡിറ്റിൽ 50 അക്കൗണ്ടിൻ്റെ അവിടെ അക്കൗണ്ട്സ് പേയബിൾ. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 1004 ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ എമൗണ്ട് ചോദിക്കും. കഴിഞ്ഞ ഡെബിറ്റിൽ കൊടുത്ത പോലെ തന്നെ ക്രെഡിറ്റിൽ സെയിം ആയിട്ട് വരാൻ എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാറും ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസ്സും കൊടുത്താൽ മതി. സോ എമൗണ്ടിൻ്റെ അവിടെ സ്റ്റാർ കൊടുത്തു, ടെക്സ്റ്റിൻ്റെ അവിടെ പ്ലസ് കൊടുത്തു, ബിസിനസ് ഏരിയ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. ദെൻ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് കൺട്രോൾസ് കൊടുത്ത് സേവ് ചെയ്യാം. സോ അവിടെ ട്രാൻസാക്ഷൻ 9 ഡോക്യുമെൻറ്റ് 9 വാസ് പോസ്റ്റഡ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്ത ട്രാൻസാക്ഷൻ എനിക്കൊന്ന് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് റിപ്പോർട്ട്സ് എടുക്കാനായിട്ടുള്ള T കോഡ്. ഒരു ട്രാൻസാക്ഷൻ്റെ റിപ്പോർട്ട് എടുക്കാനായിട്ടുള്ള T കോഡ് ഏതായിരുന്നു? FBL3N ആണല്ലേ. സോ ഞാൻ /N FBL3N വന്നതിന് ശേഷം ഓൾ ഐറ്റം കൊടുത്ത് അക്കൗണ്ട്സ് പേയബിൾ മാത്രം ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. കണ്ടോ, ഞാനിവിടെ 18-ാം തീയതി 50,000 രൂപയ്ക്ക് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും റെഡ് കളറിലാണ് അവിടെ വന്നേക്കുന്നത്. കാരണം എന്താ, അതവിടെ ഓപ്പൺ ആയിട്ട് കിടക്കാം. കാരണം അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരുന്നു. സോ അത് ഓപ്പൺ മീൻസ് അതവിടെ നമ്മൾ ക്ലോസ് ചെയ്യണം. ഒരു ഓപ്പൺ ആയിട്ട് വന്ന അക്കൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യണം അല്ലേ. ഞാൻ അവിടെ ഗുഡ്സ് ഒരാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ആ പൈസ പേയ്മെൻറ്റ് ചെയ്യാണ്ടിരുന്നാൽ അതവിടെ ഓക്കെ ആവില്ലല്ലോ. സോ അത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എത്രയാണോ അത് പേയ്മെൻറ്റ് ചെയ്യണം. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് T കോഡ് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. /N F-07 F-07 പോയിട്ടാണ് നമ്മൾ ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ്സ് ചെയ്യുക. നമുക്കിപ്പോൾ ആർക്കെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ F-07 വന്ന് നെയിമും ഏത് അക്കൗണ്ടിലേക്കാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതൊക്കെ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് F-07 വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോ F-07 വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ബാങ്ക് ഡാറ്റയുടെ അവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ 50,000 അല്ലേ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത്. ഈ 50,000 നിങ്ങൾ ക്യാഷ് ആയിട്ടാണോ ബാങ്ക് വഴിയാണോ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത്. ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാനിവിടെ ക്യാഷ് വഴിയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്നുള്ള രീതിക്ക് ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ബാങ്ക് വഴിയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ബിസിനസ് ഏരിയ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനല്ലേ പർച്ചേസ് അല്ലേ ചെയ്തത്. സോ ENT3 എൻ്റെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. എമൗണ്ടിൻ്റെ അവിടെ 50,000 കറക്റ്റ് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എറർ വരും. ദെൻ ടെക്സ്റ്റിൻ്റെ അവിടെ പെയ്ഡ് ക്യാഷ് ടു ആരെങ്കിലും നെയിം അറിയാമെന്നുണ്ടെങ്കിൽ നെയിം കൊടുക്കുക. ഞാൻ അവിടെ ജസ്റ്റ് പെയ്ഡ് ക്യാഷ് എന്ന് മാത്രം കൊടുത്തുള്ളൂ. അക്കൗണ്ടിൻ്റെ അവിടെ നമുക്ക് നേരത്തെ റെഡ് കളറിൽ ഓപ്പൺ ആയിട്ട് വന്ന അക്കൗണ്ട്സ് പേയബിൾ ആയിരുന്നു. സോ ഞാനിവിടെ സെർച്ച് ബോക്സിൽ നിന്ന് അക്കൗണ്ട്സ് പേയബിൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം.
സോ അക്കൗണ്ട്സ് പേയബിൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്യാം. സേവ് ചെയ്തപ്പോൾ എനിക്കിവിടെ ഡോക്യുമെൻറ്റ് 4009 വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ്. എൻ്റെ കമ്പനി കോഡിലേക്ക് 4009 എന്ന് പറയുന്ന നമ്പറിൽ ആ ഡോക്യുമെൻ്റ് ഇപ്പോൾ ചെയ്തത് സേവ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നേരത്തെ ചെയ്ത റിപ്പോർട്ട് റെഡ് കളറിൽ ഓപ്പൺ ആയിട്ടല്ലായിരുന്നു അക്കൗണ്ട്സ് പേയബിളിൻ്റെ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് നോക്കാം. സോ FBL 3N വന്നതിന് ശേഷം ഓൾ ഐറ്റം കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഓൾ ഐറ്റം കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, നേരത്തെ അത് റെഡ് കളറിലായിരുന്നു, ഇപ്പോൾ അതെന്തായി ഗ്രീൻ കളറിലായി. കാരണം എന്താ, ഇവിടെ 50,000 എമൗണ്ടിന് ഞാൻ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ്, കടത്തിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ നെഗെയിൻ ഒരു 50,000 അത് പേയ്മെൻറ്റ് ചെയ്തു. സോ ആ പേയ്മെൻറ്റ് അവിടെ കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇനി അവിടെ പൈസ കൊടുക്കാനോ കിട്ടാനോ ഇല്ല. ഫുൾ അവിടെ ക്ലിയർ ആയി ആ അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ അതവിടെ എന്തായി, ഗ്രീൻ കളറിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാനവിടെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതവിടെ റെഡ് കളറിൽ തന്നെ വന്നേനെ. സോ ഇവിടെ റെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പൈസ കൊടുക്കാനോ കിട്ടാനോ ആയിട്ടുണ്ട്. ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് വഴി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു കമ്പനിയിലാവുമ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അപ്പോൾ തന്നെ പൈസ കൊടുത്തെന്ന് വരില്ല. അത് ചിലപ്പോൾ കടത്തിലായിരിക്കും, ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞായിരിക്കും, 1 മന്ത് കഴിഞ്ഞായിരിക്കും ക്യാഷ് കൊടുക്കുക. സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SAPയിൽ സോഫ്റ്റ്വെയർ വെച്ച് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, ഞാൻ അതിന് റിപ്ലൈ തരാം. സോ നമുക്കിനി പുതിയ ടോപ്പിക്സുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.